Hi, welcome to Analysis by NRD. Today we will discuss about the topic Ignou, MA Psychology, Lifespan Psychology, Block 1, Chapter 4, first part video. So let's start. Early childhood, physical, psychosocial, cognitive and linguistic. എന്താണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് നോക്കാം. ഇൻ ദ പ്രീവിയസ് യൂണിറ്റ് യു ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ദ ഇൻഫാൻസി പീരീഡ്, ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കോമൺ ഹസാർഡ്സ് ഡ്യൂറിങ് ഇൻഫാൻസി പീരീഡ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താ പഠിച്ചത്? ഇൻഫാൻസി പീരീഡിനകത്തുള്ള ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ കോമൺ ഹസാർഡ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. സോ ദ ഫിസിക്കൽ, സൈക്കോസോഷ്യൽ, കോഗ്നിറ്റീവ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫാൻസി വെർ ഓൾസോ ഡിസ്കസ്ഡ് ഇൻ ദ ഡീറ്റെയിൽ. സോ നമ്മൾ അതിനകത്ത് ഫിസിക്കലി ഉള്ള, സൈക്കോസോഷ്യലി ഉള്ള, കോഗ്നിറ്റീവ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഇൻഫാൻസി കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. സോ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്, ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾ ദീസ് ആസ്പെക്ട്സ് ഇൻ ദ ഏർലി ചൈൽഡ്ഹുഡ് പീരീഡ്. നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് ഏർലി ചൈൽഡ്ഹുഡ് പീരീഡിനകത്തുള്ള നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ച അതേ ഹെഡിങ്സ് തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ചൈൽഡ്ഹുഡ് പീരീഡിലുള്ള, അതായത് ഏർലി ചൈൽഡ്ഹുഡ് പീരീഡിലുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ്ലി വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് പീരീഡ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ചൈൽഡ്ഹുഡ് പീരീഡിലുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ്. ചൈൽഡ്ഹുഡ് ബിഗിൻസ് വെൻ ദ ഇൻഫാൻസി പീരീഡ് ഈസ് ഓവർ അപ്രോക്സിമേറ്റ്ലി 2 years ഓഫ് ദ ഏജ് ഗ്രൂപ്പ്. 2 വർഷം കഴിയുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ചൈൽഡ്ഹുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചൈൽഡ്ഹുഡ് പീരീഡ് ഈസ് ഡിവൈഡ് ഇൻ ടു 2 ഏജ് ഗ്രൂപ്പ്. ഒന്നാമത് ഏർലി ചൈൽഡ്ഹുഡും, അതായത് 2 to 6 years. രണ്ടാമത്തത് ലേറ്റ് ചൈൽഡ്ഹുഡ്, 6 to the time the child becomes sexually mature. സെക്ഷലി നമ്മൾ മെച്യൂർ ആകുന്ന ആ ഒരു സമയം വരെയാണ് നമ്മൾ ലേറ്റ് ചൈൽഡ്ഹുഡ് വരുന്നത്. ഒരു 6 to 12, 13 ആ ഒരു ഏജ് വരെ ആയിരിക്കും. ഏർലി ചൈൽഡ്ഹുഡ് പീരീഡ് ഈസ് കോൾഡ് ആസ് കൺക്ലൂഷൻ ഓഫ് ദ ഇൻഫാൻസി പീരീഡ്. ഏർലി ചൈൽഡ്ഹുഡ് നമ്മൾ എന്താ പറയുക? കൺക്ലൂഷൻ ഓഫ് ദ ഇൻഫാൻസി പീരീഡ്. ഇൻഫാൻസി പീരീഡിൻ്റെ കൺക്ലൂഷൻ ആയിട്ടാണ് ഏർലി ചൈൽഡ്ഹുഡിനെ പറയുന്നത്. The child enters in the preschool and forms a personality that no one adults or other children. His personality is absolutely individual. We generally consider as little individual or small figure of the family. നമ്മളെ കുട്ടികൾ എന്താ വിചാരിക്കുക? ലിറ്റിൽ ഇൻഡിവിജ്വൽ ആണ്, അതുപോലെ തന്നെ സ്മോൾ ഫിഗർ ആയിട്ടാണ് കാണുക അല്ലേ. It is widely recognized age group and fairly long period in the lifespan. There are many factors that influence the child personally. ഓക്കെ, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ചൈൽഡിനെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതാണ് ചൈൽഡ് സോഷ്യൽ ഹിസ്റ്ററി. The child learning experiences comes from the society and these experiences are supervised by the parents or teachers. ചൈൽഡ് സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ചൈൽഡ് ലേണിംഗ് എക്സ്പീരിയൻസസ്, ചൈൽഡിൻ്റെ ലേണിംഗ് എക്സ്പീരിയൻസ് എവിടെ നിന്നാണ് വരുന്നത്? സൊസൈറ്റിയിൽ നിന്നും. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? പാരൻസോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ആയിരിക്കും. അടുത്താണ് കൾച്ചർ. ദ ചൈൽഡ് ഈസ് എൻകറേജ്ഡ് ടു എംബഡി ദ ടിപ്പിക്കൽ ഓർ ഐഡിയൽ പേഴ്സണാലിറ്റി ഓഫ് ഹെർ കൾച്ചർ. ഒരു ചൈൽഡിനെ എൻകറേജ് ചെയ്യുന്നത് ടിപ്പിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഐഡിയൽ പേഴ്സണാലിറ്റിയുടെ കാരണം എന്ന് പറയുന്നത് കൾച്ചർ ആയിരിക്കും. അടുത്തതാണ് പ്ലേസ്. ദ എലമെന്റ് ഓഫ് പ്ലേസ് ആൻഡ് ടൈം ദാറ്റ് ബ്രിങ് ഔട്ട് സം പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആൻഡ് ലീവ് അതേഴ്സ് ടു റിസർവ് ആൻഡ്. അവർ നിൽക്കുന്ന പ്ലേസും അവരുടെ സമയവും എല്ലാം അവർക്ക് കൊണ്ടുവരുന്ന എന്താണ്? പേഴ്സണാലിറ്റി ട്രേറ്റ്സും അതുപോലെ തന്നെ ലീവ് അതേഴ്സ് ടു റിസർവ് ആൻഡ്. അതെന്ത് ചെയ്യാം? അവരിലൂടെ മറ്റുള്ളവരിലേക്കും എത്താം. അടുത്തതാണ് ബയോളജിക്കൽ മേക്കപ്പ്. ഫേഷ്യൽ ഫീച്ചേഴ്സ്, അതുപോലെ ഫിസിക്, ഗ്രോത്ത് റേറ്റ്, ജനറ്റിക് ആൻഡ് ടെമ്പറാമെൻറ്റ് ക്യാൻ അഡ്വാൻസ് ദ ചൈൽഡ് പേഴ്സണാലിറ്റി. അതെല്ലാം ചൈൽഡ് പേഴ്സണാലിറ്റി കാരണമാകാം അല്ലെ. ജനറ്റിക്കലി ഉള്ള ഗ്രോത്ത് റേറ്റും ഫിസിക്കും അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചറും അതുപോലെ ഫേഷ്യൽ ഫീച്ചേഴ്സും ഇതെല്ലാം എന്താണ്? ഒരു ചൈൽഡ് പേഴ്സണാലിറ്റീനെ അഡ്വാൻസ് ചെയ്തേക്കാം. നമുക്ക് ഈ ഒരു യൂണിറ്റിലൂടെ പഠിക്കാൻ പറ്റുന്ന എന്തൊക്കെയായിരിക്കും? ഏർലി ചൈൽഡ്ഹുഡിനെ കുറിച്ച് പഠിക്കാം. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡും അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ഹൗ ദേ ഡിഫർ ഫ്രം അതർ പീരീഡ്സ് ഇൻ ദ ലൈഫ് സ്പാൻ. ഏർലി ചൈൽഡ്ഹുഡ് മറ്റുള്ളവയുമായിട്ട് എത്രത്തോളം ഡിഫറെൻ്റ് ആണ്, ഫിസിക്കലി ഉള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഹസാർഡ്സിനെ കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കുക, ആ ചൈൽഡ് നേരിടുന്ന. അതുപോലെ ഫിസിക്കലി സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് പീരീഡ്. ഏർലി ചൈൽഡ്ഹുഡ് പീരീഡിലുള്ള സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ഫിസിക്കലിയുള്ള ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡിലുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാം. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. മീനിങ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ്. എന്താണ് ഏർലി ചൈൽഡ്ഹുഡിൻ്റെ മീനിങ് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത്. മെനി സൈക്കോളജിസ്റ്റ് ഡിഫൈൻ ഏർലി ചൈൽഡ്ഹുഡ് ടേം ഇൻ മെനി വേസ്. In a simple term, early childhood age often focus on children learning through play. It generally includes toddlerhood and sometime afterwards. Sometimes it is called a play age. ഇതിനെന്താ നമ്മൾ പറയാം? ഒരു പ്ലേ ഏജ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ കളിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് അല്ലേ. സിമ്പിൾ ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ് ഏജ് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് ചിൽഡ്രൻ്റെ ലേണിംഗ് ത്രൂ പ്ലേ. അവർ കളികളിലൂടെ പഠിക്കുന്ന ഒരു സമയമാണ്. ഇതിനെ നമ്മൾ പ്ലേ ഏജ് എന്നാണ് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ആൾസോ ഡിഫൈൻഡ് ആസ് ദ പീരീഡ് ഫ്രം ബർത്ത് ടു 8 years ഓഫ് ഏജ്. ഇത് ബർത്ത് ടു 8 years ഓഫ് ഏജ് വരെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഏർലി ചൈൽഡ്ഹുഡ്. എ ടൈം ഓഫ് റിമാർക്കബിൾ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. ദീസ് ഇയേഴ്സ് ലേ ദ ഫൗണ്ടേഷൻ ഫോർ സബ്സീക്വൻറ്റ് ലേണിംഗ്. യുനെസ്കോ പറയുന്നതാണ്
ഈ ഒരു സമയത്താണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ നന്നായിട്ട് വളരുന്നത്. The terms preschool or kindergarten age emphasize education around the ages of 3 to 6 years. The term early childhood learning, early care, and early education are comparable with the early childhood education. The terms daycare and childcare do not embrace the educational aspects. Many children centers are now using more educational approaches. They are creating curricula and incorporating it into their daily routines to foster greater educational learning. സ്കൂൾ അല്ലെങ്കിൽ കിൻഡർ ഗാർഡൻ ഒക്കെ ഏജ് എംഫസൈസ് ചെയ്യുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ അറൗണ്ട് ദ ഏജസ് ഓഫ് 3 to 6 ഇയർ. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷനാണ് എംഫസൈസ് ചെയ്യുന്നത് പ്രീ സ്കൂളും അല്ലെങ്കിൽ കിൻഡർ ഗാർഡനൊക്കെ. പ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ അംഗനവാടികളൊക്കെ. ഓക്കെ, ടേം ഏർലി ചൈൽഡ്ഹുഡ് ലേണിംഗ്, ഏർലി കെയർ ആൻഡ് ഏർലി എഡ്യൂക്കേഷൻ. ഈ ഒരു സമയത്ത് അവർ പഠിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ ആർ കമ്പയറബിൾ വിത്ത് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, ദ ടേംസ് ഡേ കെയർ ആൻഡ് ചൈൽഡ് കെയർ ഡു നോട്ട് എംബ്രൈസ് the educational aspects. Mainly child care centers are now using more educational approaches. ഒരുപാട് രീതിയിലുള്ള എഡ്യൂക്കേഷൻ അപ്രോച്ചസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവരൊക്കെ എടുക്കുന്നുണ്ട്. ദേ ആർ ക്രിയേറ്റിംഗ് കരിക്കുല. അവർ കരിക്കുലം ഉണ്ടാക്കുന്നുണ്ട്. ഇൻകോപ്പറേറ്റിംഗ് ഇറ്റ് ഇൻ ടു ദെയർ റൂട്ടീൻസ് ടു ഫോസ്റ്റർ ഗ്രേറ്റർ എഡ്യൂക്കേഷൻ ലേണിംഗ്. അവർക്ക് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഒരുപാട് കരിക്കുലാസൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റിസർച്ചേഴ്സ് ഇൻ ദ ഫീൽഡ് ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ് ബോത്ത് വ്യൂ ദ പാരൻസ് ആസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ പ്രോസസ്. ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ടേക്സ് മെനി ഫോംസ് ഡിപ്പെൻഡിങ് ഓൺ ദി ബിലീഫ്സ് ഓഫ് ദ എഡ്യൂക്കേറ്റർ ഓർ പാരൻറ്റ്. ആ ഒരു സമയത്തിൽ അവരുടെ പഠനം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ പാരൻസുമായിട്ടാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് കാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് നോക്കാം. ദ കാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഏർലി ചൈൽഡ്ഹുഡ് ആർ: some parents feel that behavioral problems of childhood period are more troublesome than physical care of infants. ചില പാരൻസ് ഫീൽ ചെയ്യുന്നത് ബിഹേവിയറൽ പ്രോബ്ലംസ് ഓഫ് ചൈൽഡ്ഹുഡ് പീരീഡ് ആർ മോർ ട്രബിൾസം ദെൻ ഫിസിക്കൽ കെയർ ഓഫ് ഇൻഫാൻസ്. ഫിസിക്കൽ കെയർ ഓഫ് ഇൻഫാൻസിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യുന്നത്? പാരൻസിനെ ഈ ഒരു സമയത്ത് നോക്കാൻ വേണ്ടിയിട്ട്. സം ബിഹേവിയറൽ പ്രോബ്ലംസ് ഒക്കർ ഇൻ ദിസ് പീരീഡ് സച്ച് ആസ് ഒബ്സ്റ്റിനസി, സ്റ്റബോൺനെസ്, ഡിസോബീഡിയൻസ്, നെഗറ്റീവിസ്റ്റിക് ആൻഡ് ആൻറ്റഗോണിസ്റ്റിക്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചില ബിഹേവിയറൽ പ്രോബ്ലംസ് ആണ് പറയുന്നത്. ഒബ്സ്റ്റിനസി ഉണ്ടാവും, സ്റ്റബോൺനെസ് ഉണ്ടാവും, ഡിസോബീഡിയൻസ് ഉണ്ടാവും, നെഗറ്റീവിസ്റ്റിക് ആയിട്ടായിരിക്കാം, ആൻറ്റഗോണിസ്റ്റിക് ബിഹേവിയർ ഒക്കെ കാണിക്കാം എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ടോയ് ഏജ് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി ടൈം ചിൽഡ്രൻ ആർ എൻഗേജ്ഡ് വിത്ത് ദിയർ ടോയ്സ്. These toys are also helpful to educate the children. Toys are important element of their play activities. Toys എന്ന് പറയുന്നത് അവരുടെ ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റീസ് ആണ്. ആ ഒരു സമയത്ത് അവരുടെ കളികളും കാര്യങ്ങളൊക്കെയാണ് അവരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അവരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനും മനസ്സിലാക്കാനൊക്കെ ഒരു സമയം എന്ന് പറയുന്നത് അവരുടെ കളിക്കുന്ന പ്രായമാണ്. ദിസ് ഈസ് എ പീരീഡ് വെൻ എ ചൈൽഡ് ഇസ് കൺസിഡേർഡ് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഇൻഡിപെൻഡൻറ്റ്. ദിസ് ഈസ് ആൾസോ എ സ്കൂൾ ഗോയിങ് ഏജ്. ഈ ഒരു പീരീഡാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ഫിസിക്കലി കൺസിഡർ ചെയ്യുന്നത്, മെൻ്റലി ഇൻഡിപെൻഡൻ്റ് ആകുന്നത്. ഇതൊരു സ്കൂൾ ഗോയിങ് ഏജ് ആണ്. ചിൽഡ്രൻസ് ആർ ബിക്കം മോർ സെൽഫ് സഫിഷ്യൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, ഡെവലപ്പിംഗ് സെൽഫ് എസ്റ്റീം. ചിൽഡ്രൻസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? മോർ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. അവർ സെൽഫ് സഫിഷ്യൻ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അവർ എന്ത് ചെയ്യുന്നുണ്ട്? സെൽഫ് എസ്റ്റീം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ദ ഏജ് ഓഫ് ഫൗണ്ടേഷൻ ഓഫ് സോഷ്യൽ ബിഹേവിയർ. ഈ ഒരു ഏജിലാണ് അവരുടെ സോഷ്യൽ ബിഹേവിയറുടെ ഫൗണ്ടേഷൻസ് ഒക്കെ നടക്കുന്നത്. ദേ ആർ മോർ ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ്. ദേ വിൽ ബി റിക്വയർഡ് ടു അഡ്ജസ്റ്റ് ടു വെൻ ദേ എൻറ്റർ ഫസ്റ്റ് ഗ്രേഡ്. അവർ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരുപാട് ഓർഗനൈസ് ചെയ്യും അവരുടെ ലൈഫിനെ. 1ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയമാകുമ്പോഴത്തേനും എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ഒന്ന് ഓർഗനൈസ് ചെയ്യും അവരുമായിട്ട്. പക്ഷേ അവരതിന് മുന്നൊക്കെ ഭയങ്കര കളിയായിരിക്കും. അവർ പഠിക്കാൻ പുസ്തകം എടുക്കില്ല, നമ്മൾ പറഞ്ഞാൽ അവർ വിളിച്ചാൽ വരില്ല. പിന്നെ എന്ത് ചെയ്യും? അവരതിനോടൊക്കെ യൂസ്ഡായി ഒന്ന് ഓർഗനൈസ് ആവും എന്നുള്ളതാണ്. ഡെവലപ്പ് ഫിസിക്കൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഈ ഒരു സമയത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഫിസിക്കലി ഡെവലപ്പ് ആവുന്നുണ്ട്, കോഗ്നിറ്റീവ്ലി അവർ ഡെവലപ്പ് ആവുന്നുണ്ട്, ഇമോഷണലി അവർ ഡെവലപ്പ് ആവുന്നുണ്ട്, സോഷ്യൽ ഡെവലപ്മെൻറ്റ് എല്ലാം ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് ഹസാർഡ്സ് ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ്. എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ദർ ആർ സം ഹസാർഡ്സ് ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ് വിച്ച് ആർ ഡിവൈഡ് ഇൻ ടു 2 കാറ്റഗറീസ്. ഫസ്റ്റിലാണ് ഫിസിക്കൽ ഹസാർഡ്സ് ആൻഡ് സൈക്കോളജിക്കൽ ഹസാർഡ്സ്. ലെറ്റ് us watch these are. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് ഇൻഫാൻസി സ്റ്റേജിനകത്തുള്ള ഫിസിക്കൽ ഹസാർഡ്സിനെ കുറിച്ചും സൈക്കോളജിക്കൽ ഹസാർഡ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. സോ നമുക്കിനി ഏർലി ചൈൽഡ്ഹുഡിലുള്ള ഫിസിക്കൽ ഹസാർഡ്സിനെ കുറിച്ചും സൈക്കോളജിക്കൽ ഹസാർഡ്സിനെ കുറിച്ചൊക്കെ പഠിക്കാം. ഒന്നാമതാണ് ഫിസിക്കൽ ഹസാർഡ്സ്. സം ഓഫ് ഫിസിക്കൽ ഹസാർഡ്സ് ദാറ്റ് എഫക്ട് ദ ചിൽഡ്രൻ ഡ്യൂറിങ് ദ ഏർലി ചൈൽഡ്ഹുഡ്. ഒന്നാമതാണ് ഇൽനെസ്. Illness is highly susceptible in early age. Children are more prone to respiratory illness and widespread infection disease. Today, many viruses are spread in the air. If children are affected to these viruses, they will fall sick. Children who are sick for an extended time fall behind in the learning of skills.
നീഡഡ് ഫോർ പ്ലേ ആൻഡ് അതർ ആക്ടിവിറ്റീസ്. ഈ ഒരു ഏർലി ചൈൽഡിൻ്റെ സമയത്ത് കുട്ടികൾക്ക് ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇൽനെസ്, അസുഖങ്ങൾ. ഇത് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് എന്ത് ചെയ്യും, വൈറൽ ഇൻഫെക്ഷൻസ് വരും, അവരുടെ റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ വരും, അതായത് കഫക്കെട്ട്, അങ്ങനെയുള്ള ജലദോഷം, ചുമ, ഇതൊക്കെ ഭയങ്കരമായിട്ട് വരുന്നൊരു കാലഘട്ടമാണ്. നമ്മൾ മരുന്ന് കൊടുത്ത് കഷ്ടപ്പെടും എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് വെള്ളം മാറി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, ജലദോഷം, പനി, കഫക്കെട്ട്, കുട്ടികൾ കഷ്ടപ്പെടുന്നൊരു പ്രായമാണ്. ഓക്കെ, ആ സമയത്ത് അവർ കളിക്കാനും പറ്റില്ല, അവരുടെ മെൻ്റലി അവരില്ലായിരിക്കും, ഫിസിക്കലി അവരില്ലായിരിക്കും. സോ അവരാകെ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണത്. രണ്ടാമത്താണ് ആക്സിഡൻറ്റ്സ്. ദ ചാൻസ് ഓഫ് ഡെത്ത്സ് ഈസ് ഏർലി ഇയേഴ്സ് ആർ ഹൈ ബിക്കോസ് ഓഫ് ആക്സിഡൻറ്റ്സ് ദാറ്റ് എനി അതർ ഏജ്. സം സ്റ്റഡീസ് സജസ്റ്റ് ദാറ്റ് ബോയ്സ് ആർ ഹാവിംഗ് മോർ ആക്സിഡൻറ്റ്സ് ദാൻ ദ counterpart of girls. Most young children face the problems of getting knife and blade cuts, burn infections and broken bones, etc. Some also get into physical accidents which may disable them temporarily or permanently. ഈ ഒരു സമയത്താണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് സംഭവിക്കുക. അവർ വീഴ്ചയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഈ ഒരു സമയത്താണ്. ഗേൾസിനെക്കാട്ടിലും കൂടുതൽ ബോയ്സിനാണ് ഉണ്ടാവുക. കാര്യം അവർ യങ് ഏജിലാകുന്ന സമയത്ത് അവർ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവുക അവർ ചെയ്യുന്നത്. ചിലപ്പോൾ ബ്ലേഡ് കട്ട്സ് ആയിരിക്കാം, ബേൺസ് ആയിരിക്കാം. അതായത് ഇവർ തീയൊക്കെ കാണുന്ന സമയത്ത് ഇവർക്ക് ഒരു ആകാംക്ഷയാണ് അതിനകത്ത് പോകാനും. അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ ചിലപ്പോൾ ചാടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ബോൺസ് ഒക്കെ ബ്രോക്കൺ ചെയ്യുക, നമ്മൾ വീണിട്ട് കൈ ഒടിയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഒരു കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ഉള്ള സമയമാണ്. അപ്പോൾ ഇവർ എങ്ങോട്ടാണ് ഓടുന്നത് അവർക്ക് പോലും അറിയില്ല. ആ ഒരു സമയത്ത് അവർ ഓടി ചാടി കളിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, എവിടെയെങ്കിലുമൊക്കെ വീണിട്ട് കൈകൾ ഒടിയാം, കാലുകൾ ഒടിയാം, ബോൺസിനൊക്കെ റപ്ചർ സംഭവിക്കാം. സോ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നതാണ്. ഗേൾസിനെക്കാട്ടിലും കൂടുതൽ ബോയ്സിനാണ് ഉണ്ടാകുന്നത്. അടുത്താണ് ഒബേസിറ്റി. ഒബേസിറ്റി ഈസ് ആൽവേസ് എ ഹസാർഡ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ഇയേഴ്സ്. ചിൽഡ്രൻ വിത്ത് എൻഡോമോർഫിക് ബോഡി ബിൽഡ്സ് ടെൻഡ് ആൻഡ് ആസ് എ ഗ്രൂപ്പ് ടു ഹാവ് മോർ പ്രോബ്ലംസ് വിത്ത് ഒബേസിറ്റി ദാൻ ഡു ദോസ് ഹു ഹാവ് mesomorphic body build. Children who are very fond of food and having a typical personality are more prone to diabetics and heart attacks as compared to normal children. This is also a health hazard in early period of development. Having junk food regularly makes children more obese. ഈ ഒരു സമയത്ത് കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒബേസിറ്റിയാണ്. കാരണം എന്താണ്? പൊണ്ണത്തടി. കുട്ടികൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ പാരൻസ് നന്നായിട്ട് ഭക്ഷണം കഴിപ്പിക്കും. അപ്പോൾ കുട്ടികൾക്ക് എന്താണ്, കൂടുതലായിട്ട് അവരെന്ത് ചെയ്യാണ്, ഭക്ഷണം കഴിച്ചിട്ട് അവർ ഒബേസിറ്റി കൂടുകയാണ്, അതായത് വണ്ണം കൂടുകയാണ്. സോ അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള അല്ലെങ്കിൽ ഡയബറ്റീസ് വരാനുള്ള ഒക്കെ കാരണങ്ങൾ കൂടുതലാണെന്നുള്ളതാണ്. ഓക്കെ, ഏർലി ചൈൽഡുള്ള ഫിസിക്കൽ ഹസാർഡ്സ് ഏതൊക്കെയാണ്? ഇൽനെസ്, ആക്സിഡൻറ്റ്സ് ആൻഡ് ഒബേസിറ്റി. അടുത്താണ് സൈക്കോളജിക്കൽ ഹസാർഡ്സ്. ദ കോമൺ സൈക്കോളജിക്കൽ ഹസാർഡ്സ് ആർ ഡിസ്കസ്ഡ് ഹിയർ. കോമൺ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഹസാർഡ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതൊക്കെയാണ് നോക്കാം. ഒന്നാമതാണ് സ്പീച്ച് ഹസാർഡ്സ്. Communication is an important tool for social belonging. They can communicate through their speech or language. Sometimes their language is not understandable to others and their communication is not clear, and this will lead to the feelings of inadequate and inferiority. The quality of speech is poor in young children. അതായത് ഈ ഒരു സമയത്ത് കുട്ടികൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പീച്ച് ഹസാർഡാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾ നന്നായിട്ട് സംസാരിക്കും, ചില കുട്ടികൾക്ക് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന കാര്യം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ഒരുപാട് മെൻ്റലി സ്ട്രെസ്സൊക്കെ അനുഭവിക്കും എന്നുള്ളതാണ്. സോ അതാണ് സൈക്കോളജിക്കലി ഉള്ള ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. ഒന്നാമത്തത് ഈ ഒരു യങ് ചിൽഡ്രനിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്പീച്ച് ക്വാളിറ്റി കുറവായിരിക്കും. ചില ആളുകൾക്ക് നന്നായിട്ട് സംസാരിക്കാം, പക്ഷേ ചില ആളുകൾക്ക് അത് പറ്റില്ല. സോ ഈ ഒരു സമയത്ത് അവർക്ക് അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പീച്ച് ഹസാർഡാണ്. ഓക്കെ, അടുത്താണ് സോഷ്യൽ ഹസാർഡ്സ്. ദർ ആർ നമ്പർ ഓഫ് സോഷ്യൽ ഹസാർഡ്സ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ്. ഇഫ് എ ചൈൽഡ് ഹാസ് സം കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, ഹി മേ ബി അൺപ്രോപ്പർ വിത്ത് ദ പിയർ ഗ്രൂപ്പ് ചിൽഡ്രൻ. സോ ചിൽഡ്രൻ മേ ഫീൽ നോട്ട് ഓൺലി ദ ലോൺലി ബട്ട് ഓൾസോ ഫീൽ ഡിപ്രൈവ്ഡ് ഓർ ഓപ്പർച്യൂണിറ്റീസ് ടു ലേൺ ടു ബിഹേവ് ഇൻ എ പിയർ അപ്രൂവ്ഡ് മാനർ. Sometimes children develop unhealthy social attitude. Young children who have experiences of discrimination and prejudice because of religion, caste or sex, they manifest biased behavior. As a result, they minimize the contacts with the people at outside, at home or inside the home. ഈ ഒരു സമയത്തുള്ള സോഷ്യൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്പർ ഓഫ് സോഷ്യൽ ഹസാർഡ്സ് ഉണ്ട് ഏർലി ചൈൽഡ്ഹുഡിൽ നമ്മൾ അനുഭവിക്കുന്ന. ഒരു ചൈൽഡിന് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ പിയർ ഗ്രൂപ്പ് എന്ത് ചെയ്യും, അവരെ റിജക്റ്റ് ചെയ്യും. പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ സെയിം ഏജസിലുള്ള ആളുകൾ. സോ ആ ഒരു സമയത്ത് കുട്ടി അനുഭവിക്കുന്ന ഒരു സൈക്കോളജിക്കൽ പ്രശ്നമുണ്ട്. സോ അതെന്ത് ചെയ്യും, അവരെ മറ്റുള്ള കുട്ടികളുമായിട്ട് കൂട്ടുകൂടുന്നത് കുറയ്ക്കും. അവർ കൂടുതലായിട്ടും എന്ത് ചെയ്യില്ല, ആരോടും മിങ്കിൾ ചെയ്യാതെ വീട്ടിൽ തന്നെ ഒറ്റയ്ക്കിരിക്കും, അല്ലെങ്കിൽ പുറത്തും തന്നെ എന്ത് ചെയ്യും, ആരുമായിട്ട് കൂടുതലായിട്ട് അടുക്കാത്ത രീതിയിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, വളരുന്നത്. അതെല്ലാം അവരെന്ത് ചെയ്യും, സൈക്കോളജിക്കലി പ്രശ്നമുള്ളതാക്കും. അല്ലെങ്കിൽ റിലീജിയൻ്റെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെക്സിനെ വെച്ചിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കാസ്റ്റിനെ വെച്ചിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, അവരെ പ്രിജുഡൈസ് ചെയ്ത് സംസാരിക്കുക. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സൈക്കോളജിക്കലി പ്രശ്നമുണ്ടാക്കും. അടുത്താണ് പ്ലേ ഹസാർഡ്സ്.
Children who feel isolated in the playground and lack of playmates, either because of geographical isolation or because they are not forced to engage in solitary forms of play, stand to be rejected by other children and do not develop the needed motor and other related skills and thus may feel handicapped and inferior to other children. പ്ലേ ഹസാർഡ് എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ എന്ത് ചെയ്യാണ്, ഒറ്റപ്പെടുകയാണ്. അവർ കളിക്കുന്ന സ്ഥലത്ത് ആരും പ്ലേമേറ്റ്സ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഐസൊലേഷൻ കൊണ്ടായിരിക്കാം. അവിടെ ആ ഭാഗത്ത് എന്ത് ചെയ്യാം, ആരും അധികം ഇല്ലാത്തൊരു ഭാഗമായിരിക്കാം. അവർക്ക് കളിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ എന്ത് ചെയ്യാണ്, അവർക്ക് റിജക്റ്റഡ് ആയി പോവുകയാണ് മറ്റുള്ള ചിൽഡ്രൻസ്, അല്ലെങ്കിൽ മറ്റുള്ള ചിൽഡ്രൻസ് അവരുടെ മേലെ ഒരു ആധിപത്യം സ്ഥാപിച്ചിട്ടൊക്കെ അവരോട് പെരുമാറുക. ഇതെല്ലാം അവർക്ക് ഭയങ്കരമായിട്ട് സൈക്കോളജിക്കലി പ്രോബ്ലം ഉണ്ടാക്കും. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ള കുട്ടികൾ കളിക്കുന്ന പോലെയുള്ള സ്കിൽസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ മോട്ടോർ സ്കിൽസോ അല്ലെങ്കിൽ മറ്റുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസോ ഒന്നും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. സോ അതൊക്കെ എന്ത് ചെയ്യാം, അവർക്കൊരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള മറ്റുള്ളവരുടെ ഇൻഫീരിയർ കോംപ്ലക്സ് ഉണ്ടാക്കാനൊക്കെ അവർക്ക് കാരണമാകും എന്നുള്ളതാണ്. അതെല്ലാം എന്ത് ചെയ്യും, അവരെ റിജക്റ്റഡ് ആക്കാൻ കാരണമാകും എന്നുള്ളതാണ്. അതൊക്കെ അവർക്ക് സൈക്കോളജിക്കലി പ്രോബ്ലം ഉണ്ടാക്കും. അടുത്താണ് മോറൽ ഹസാർഡ്സ്. Inconsistent discipline slows down the process of learning to conform to social expectation. Children are confused when they find that different people have different views about the particular behavior. ഒരു പർട്ടിക്കുലർ ബിഹേവിയറിനെ കുറിച്ച് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇത് എന്താ സംഭവം എന്നുള്ളത് അറിയാതെ അവർ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. സോ അതാണ്. അപ്പോൾ ഇതുവരെ എടുത്ത എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി കോണ്ടന്റ് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.